ആരും ആരുടെയും പകരക്കാരാകില്ല. പക്ഷേ ചിലർ ബാക്കി വെച്ചത് ചിലരിലൂടെ പൂർത്തിയാകും. ദൗത്യം എല്ലാവരിലുമുണ്ട്, നമ്മൾ തിരിച്ചറിയണമെന്ന് മാത്രം. വലിയ ആളുകളെന്നാൽ പണം, സൗന്ദര്യം, വിദ്യാഭ്യാസം, അറിവ്, ബുദ്ധി ഇവയൊന്നുമല്ല. വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് സഹായങ്ങൾ ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ, ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ സാന്ത്വനമേകാൻ കഴിവുണ്ടെങ്കിൽ അവരാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ആളുകൾ. ജനിക്കുമ്പോൾ കൂടെ പിറക്കുന്നത് മരണമാണ്. മധ്യേയുള്ള ജീവിതം ആസ്വദിക്കുക. സ്നേഹവും ക്ഷമയും കൈമുതലാക്കി ജീവിക്കുക. അഹങ്കാരവും അഹംഭാവവും ഉള്ള മനുഷ്യർ ഒരിക്കലും മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കില്ല. നന്മയുള്ള മനസ്സിനെ മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുകയുള്ളൂ. അമിതമായി ചിന്തിക്കുന്നത് നിർത്തുക. അത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നു. കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നത് ഭാഗ്യമാണ്. എന്നാൽ അതിലും ഭാഗ്യമാണ് കേൾക്കുന്ന ആൾ അത് പൂർണ്ണമായും മനസ്സിലാക്കുക എന്നത്. എല്ലാവർക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പകർത്താൻ ശ്രമിക്കുന്നതിനാലാണ് പലരും പരാജയപ്പെടുന്നത്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നതാണ് നിരാശ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അവരുടെ സങ്കടം മറ്റൊരാളോട് പറയേണ്ടി വരുന്നത് നിങ്ങളുടെ പരാജയം മൂലമാണ്. ചില്ലകൾക്ക് ഇലകളോട് മിണ്ടാൻ സമയമില്ലാതാകുമ്പോഴാണ് എവിടെ നിന്നോ വന്ന കാറ്റിനോട് ഇലകൾ സങ്കടം പറയുന്നത്. കാലങ്ങൾ കഴിയുന്നതോടെ ബന്ധങ്ങളിലെ പുതുമ നഷ്ടപ്പെടുന്നു. താല്പര്യം കുറഞ്ഞു വരും. തുടക്കത്തിൽ നമുക്ക് വേണ്ടി പലതും മാറ്റിവെച്ചവർ തന്നെയാണ് ഇന്നും മറ്റു പലതിനും വേണ്ടി നമ്മളെ മാറ്റി നിർത്തുന്നത്. ഒന്നോർക്കുക, ജീവിതം ഒന്നേയുള്ളൂ. ആ ജീവിതം നമുക്ക് സുന്ദരമാക്കാം. ചിലതൊക്കെ തകർത്തെറിയാൻ മനസ്സിനെ കരുത്തുള്ളതാക്കിയാലേ ചിലതൊക്കെ പണിതുയർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നാം നമ്മെ തിരിച്ചറിയുമ്പോൾ ആ കരുത്ത് വെളിപ്പെടും. പരിശ്രമം വിജയത്തിലേക്കുള്ള വഴിയാണ്. തുടരുക എന്നതാണ് പ്രധാനം. വിജയം താനെ തേടിയെത്തും. തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് തെറ്റായ വിവരങ്ങളിൽ നിന്നോ തെറ്റായ വ്യാഖ്യാനങ്ങളിൽ നിന്നോ ആകാം. കാര്യമറിയാതെ കഥ പറഞ്ഞ് നടക്കുകയോ കഥയറിയാതെ കാര്യങ്ങളെ വിലയിരുത്തുകയോ അരുത്. അനുകമ്പയും കരുണയും സഹജീവി സ്നേഹവുമുള്ള നല്ല മനുഷ്യനാവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അവസാനം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്നതിലല്ല, നിങ്ങൾ ആരുടെയെല്ലാം ഹൃദയത്തിലുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തപ്പെടുക. നിങ്ങളുടെ പേടികളെ ആദ്യം മനസ്സുകൊണ്ടും പിന്നീട് ശരീരം കൊണ്ടും നേരിട്ട് ദയയില്ലാതെ അതിനെ കീഴ്പ്പെടുത്തുക. പിന്നീട് അത് ശക്തിയില്ലാതെ ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതാവും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. തെറ്റുകൾ സംഭവിക്കാം. നമ്മൾ മനുഷ്യരാണ്. തെറ്റുകളെ അനുഭവങ്ങളായി അംഗീകരിച്ചാൽ, പ്രതികൂല അനുഭവങ്ങളിൽ നിന്നും നമ്മൾ പഠിച്ച പാഠങ്ങളെ ഉൾക്കൊണ്ടാൽ മുന്നോട്ടുള്ള യാത്ര എളുപ്പമാണ്. തെറ്റുകൾ സ്വയം തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം തെറ്റുകളെ അംഗീകരിക്കുക എന്നതാണ്. ഏതൊരു മേഖലയിലും വിജയിക്കാൻ കഠിനാധ്വാനം ആവശ്യമാണ്. അതിൽ നിന്നും അകന്നു നിന്നിട്ട് പരാജയങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. പരാജയങ്ങൾ ദൈവം നമ്മെ കൈവിട്ടതിൻ്റെ അടയാളങ്ങളല്ല, മറിച്ച് നമ്മെ കൂടുതൽ വിജയങ്ങളിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ്. അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അനുകൂലമോ പ്രതികൂലമോ ആവട്ടെ, സാഹചര്യങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ തനിക്ക് അനുയോജ്യമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. ഏറ്റക്കുറച്ചിലുകളും കയറ്റിറക്കങ്ങളും സ്വാഭാവികമെന്ന് മനസ്സിലാക്കി നേരിടുമ്പോൾ നമുക്ക് ധൈര്യമാർജിക്കാം. സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയാൻ അനുവദിക്കരുത്. കഴിയുന്നതും വേഗം അത് മായ്ക്കുക. കാലക്രമേണ സംശയം നിങ്ങളുടെ ബന്ധത്തെ തകർക്കും. അതിനോടൊപ്പം നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ചിന്തിച്ച് തീരുമാനങ്ങൾ എടുത്ത് ഇറങ്ങുക. എങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ വിധിയെ പഴിക്കേണ്ടി വരില്ല. മാറ്റിവെക്കാവുന്ന തിരക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അപ്പോഴേക്കും നിങ്ങൾ തിരക്കണം എന്ന് കരുതി മാറ്റിവെച്ചവർ അവരുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിവെച്ചിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.